ഹായ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനൊരു മൈക്ക് മേടിച്ചെന്ന് ഉള്ളത് അറിയത്തില്ല. ഈ Q81 എന്ന് പറഞ്ഞൊരു മൈക്കാണ് മേടിച്ചത്. അപ്പോൾ ഈ Q81ൻ്റെ മൈക്ക് ഞാൻ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഇത് ഞാൻ ടെമൂന്ന് മേടിച്ച വില $13 ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത് ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഓക്കെ. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ മൊബൈൽ എടുക്കുക. ഈ മൊബൈലിൻ്റെ ഇവിടെ ചാർജിങ് പോർട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഇതിൻ്റെ കൂടെ വരുന്ന ചാർജിങ് സ്റ്റേഷൻ്റെ കൂടെ വരുന്ന ഒരു അഡാപ്റ്ററുണ്ട്. ഈ അഡാപ്റ്റർ നമ്മൾ ഇവിടെ ഈ ചാർജിങ് പോർട്ടിൻ്റെ അവിടെ പ്ലഗ് ചെയ്യുമ്പം നിങ്ങൾക്കിവിടെ 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. എന്നിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ ചാർജിങ് പോർട്ടിൽ നിന്ന് ഒരു മൈക്ക് എടുക്കുക. മൈക്ക് എടുക്കുമ്പം യു ക്യാൻ സി ഉണ്ടോ, ഒരെണ്ണം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം കത്തുന്നുണ്ട്, ഒരെണ്ണം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മൈക്ക് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലിങ്ക് മാറും. കണ്ടോ, ബ്ലിങ്ക് ചെയ്ത ലൈറ്റ് മാറിയിട്ട് നമ്മൾ ഒരു ലൈറ്റ് കത്തും. ഇത് വെച്ച് കണക്ട് ചെയ്യുക. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ കൂടെ ക്ലിപ്പും കൂടെ തരുന്നുണ്ട്, അറിയോ, ക്ലിപ്പ്. ഈ ക്ലിപ്പുണ്ട്. അത് വേണമെങ്കിൽ നമ്മുടെ ഇവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഉടുപ്പിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒട്ടിയിരിക്കും, മാഗ്നറ്റ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ഉടുപ്പയില എവിടെയെങ്കിലും കുത്തിയിട്ട് നമ്മുടെ ഈ മാഗ്നറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കാം. മാഗ്നറ്റ് ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഞാൻ ഇനിയും മറ്റേതിനകത്ത് മൊബൈലിൽ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ വോയിസ് ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് അതും കാണിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഹായ്. അപ്പോൾ ഞാനിപ്പം ഈ മൈക്കും കൊണ്ടാണ് ഇതിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വോയിസിൻ്റെ ക്ലാരിറ്റി തോന്നാം. അപ്പോൾ അതേപോലെ ഈ നോയ്സ് മറ്റൊരു ചാനലിൻ്റെ ഒരു നോയ്സ് പോലെ നിങ്ങൾക്ക് തോന്നും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കെ. ഇറ്റ് ഡസ് ദ ജോബ് ബിക്കോസ് ഇതിൻ്റെ വില ഇത്രയേ ഉള്ളൂ. അപ്പം ബിഗിനേഴ്സിനൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിലൊക്കെ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ വോയിസിൻ്റെ ഫ്രീക്വൻസി അതൊക്കെ കുറയ്ക്കാം. നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന നേരത്ത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വൺസ് അഗെയിൻ. ഓക്കെ, താങ്ക് യു. ബൈ.